ഹായ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു കുട്ടി വ്ളോഗാണ്. നവരാത്രി മഹോത്സവം നടക്കുകയാണല്ലോ, അപ്പോൾ ഒരു ചെറിയ ടെമ്പിൾ വിസിറ്റാണ് ഇന്നത്തെ വ്ളോഗ്. ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, എൻ്റെ ഗാർഡനിൽ ഒരു അതിസുന്ദരിയായ നല്ല ചുമന്ന ഒരു തെറ്റിപ്പൂവിനെ കണ്ടു. അപ്പോൾ ഞാൻ വെച്ചു തെറ്റിപ്പൂവിനെ അങ്ങനെ വിടണ്ട, ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു, അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് മഹാകാളിക ധർമ്മസ്ഥല. നമ്മൾ കർണാടകയിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ കേരള ട്രിവാൻഡ്രത്ത് ഇതുപോലെ മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട്. അത് വന്നിട്ട് ബാലരാമപുരം എരുത്താവൂരാണ്. പറ്റുകയാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും പോകണം. അതിമനോഹരം എന്ന് വെച്ചാൽ ദീപാരാധനയൊക്കെ എന്ന് വെച്ചാൽ അതിസുന്ദരം എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതായി പോയത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കരമനയിലുള്ള പൂ സ്ഥലത്താണ്. അവിടെ നിന്ന് പിച്ചിപ്പൂ മേടിച്ചു. പിന്നെ പോയത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. പൂജ തൊഴാനായിട്ടായിരുന്നു പോയത്, പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. പിന്നെ വിചാരിച്ചു അതിന് ചുറ്റും നടക്കാമെന്ന് വിചാരിച്ചു. ഇത് എല്ലാവരും കാണാറുണ്ടല്ലേ, ഇത് അവിടുത്തെ ഒരു സ്പെഷ്യലാണ്. ആ കുളത്തിൻ്റെ സൈഡിൽ എപ്പോഴും ആളുകൾ ഇരിക്കാറുണ്ട്. ഒരു പീസ്ഫുൾ മൈൻഡ് സെറ്റാണ്. അവിടെ പോകുമ്പോൾ ഒത്തിരി പേര് ഫോട്ടോഗ്രാഫ്സ് എടുക്കാറുണ്ട്. പിന്നെ ഇതിൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ നോക്കി നിൽക്കുന്നപ്പോഴാണ് രണ്ട് അതിഥികളെ കണ്ടത്, രണ്ട് മീനിനെ കണ്ടോ. അതിങ്ങനെ രാത്രി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിൻ്റെയും കൂടെ പിക്ചർ എടുത്തു. പിന്നെ എഗെയിൻ അവിടെയും അടുത്ത ഒത്തിരി നല്ല നല്ല പൂക്കടകളുണ്ടായിരുന്നു. പൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ അതിൻ്റെ പരിസരത്ത് ഒത്തിരി കടകളുണ്ട്. നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാമെന്നെങ്കിൽ മേടിക്കാം. ചെറിയ എന്തൊക്കെയാണ് ഇതുപോലത്തെ ഷോൾസ്, ഡ്രസ്സ്, കമ്മൽ, അങ്ങനെയൊക്കെ ഒത്തിരി കളിപ്പാട്ടങ്ങൾ. പിന്നെ ഞാൻ ഈ ഒരു ഷോപ്പിലാണ് കയറിയത്. ഞാനങ്ങനെ ഒത്തിരി പർച്ചേസ് ചെയ്യാനൊന്നും അല്ല, ഞാനൊരു സംഭവം അന്വേഷിച്ച് പോയതാണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോഴേക്കും അവിടെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒരുപാട് പൊട്ടുകളുണ്ട്, ഫീമെയിൽസിന് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഒരുപാട് വളകളുണ്ട്. വളകളുടെ ഒരു ശേഖരം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഓൺലൈനൊക്കെ ഒത്തിരി പൈസ കൊടുത്ത് മേടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റിന് കണ്ടു. അത് കണ്ടപ്പോൾ കുറച്ച് വിഷമമായി. പിന്നെ കുപ്പിവള ഉണ്ടായിരുന്നു. കുപ്പിവള ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും. പിന്നെ ഞാൻ മേടിച്ചത് ഈ സംഭവമാണ്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് മുൻപ് അവിടെ ഒരുപാട് പേര് ലേഡീസൊക്കെ ഒത്തിരി ബാർഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചതാണ് ഈ കളർ പൊട്ട്, എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്ത പോയത് ഗണേഷ് ഭഗവാനെ കാണാനാണ്. അത് അവിടെ തന്നെ ഉണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു റോഡിൽ, നമ്മുടെ ആ റോഡിൻ്റെ വെയിൽ തന്നെ ഉള്ളതാണ്. ഇത് ഞാൻ പണ്ട് സ്ഥിരം പോകുന്നതായിരുന്നു. നല്ല ഒരു ഗണേഷ് ടെമ്പിൾ. ഇതിപ്പോൾ ആക്ച്വലി ക്ലോസ് ചെയ്തു. നാഗരാജാവുണ്ട് അടുത്ത്. ഇതെല്ലാം ആ ചുറ്റു പരിസരത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വേറെ ഒരു ടെമ്പിളും ഉണ്ട്. അതിൻ്റെ ആ പരിസരത്ത് തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഹനുമാൻ സ്വാമിയുടേതൊക്കെ കാണുന്നില്ലേ, അപ്പോൾ ഇതാ. പിന്നെ കൃഷ്ണൻ്റെത്, ശിവകുടുംബത്തിൻ്റെ, ശ്രീ മഹാലക്ഷ്മി, അങ്ങനെ നവഗ്രഹ ദീപം അതിൽ എഴുതിയിട്ടുള്ള. പിന്നെ അങ്ങനെ അതൊക്കെ, പക്ഷേ ഇതൊക്കെ ടൈം കഴിഞ്ഞുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്തു. പിന്നെ നമുക്ക് ആ ഒരു ഭയങ്കര നല്ല ആംബിയൻസാണ് നമുക്ക് നടക്കാനായിട്ട്. പിന്നെ ഇവിടെ ഉള്ളത് ആ നദിയിലൊന്ന് നോക്കിക്കുക, ആ വെള്ളത്തിൽ ആ പത്മനാഭസ്വാമിയുടെ ആ റിഫ്ലക്ഷൻ കാണാം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു കുട്ടി ചെറിയ വ്ളോഗായിരുന്നു. ഇഫ് യു ലൈക്ക് ഇറ്റ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇറ്റ്സ് മീ.